തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എഫേസ്യർ 1:4. അതെ, ദൈവാനുഭവത്തിൻ്റെ വിശുദ്ധമായ വഴികളിലേക്ക് ദൈവം മനുഷ്യരെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നു. ആ വിളി തിരിച്ചറിഞ്ഞ് തൻ്റെ ക്രൂശുമെടുത്ത് ദൈവസന്നിധിയിലേക്ക് നടക്കുന്നവരാണ് ഭൂമിയിലെ വിശുദ്ധർ. അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് അന്ധകാരാവൃതമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് ഉൾച്ചേർന്ന വിശുദ്ധയാണ് ഏവുപ്രാസ്യമ്മ. വിശുദ്ധരുടെ ജീവിതം ലോകയാത്രയിൽ നമുക്ക് വഴികാട്ടിയും ദൈവത്തിൽ നിന്നകന്ന് ഇരുളിൽ തപ്പിത്തടഞ്ഞു വീഴുമ്പോൾ പ്രകാശദായകമായ കൈത്തിരി നാളവുമാകുന്നു. അവരുടെ ദൈവാനുഭവങ്ങൾ മാത്രമല്ല, ലോകമോഹങ്ങളിൽ നിന്ന് വിടുതി തേടാൻ അവർ അനുഭവിക്കുന്ന സഹനങ്ങൾ, പീഠാനുഭവങ്ങൾ എല്ലാം, കൂടാതെ സഹജീവികൾക്ക് വേണ്ടിയുള്ള ത്യാഗപ്രാർത്ഥനകൾ, ഇവയെല്ലാം ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ ഇടപെടലുകളുടെ അടയാളങ്ങളാണ്. ജീവചരിത്രങ്ങൾ, ആത്മകഥകൾ, സംഭാഷണങ്ങൾ, കത്തുകൾ, ഡയറി കുറിപ്പുകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ശക്തവും വ്യക്തവുമായ അനുഭവ ആഖ്യാനങ്ങളിലൂടെയാണ് ആ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ എന്ന ഗ്രാമത്തിൽ എലവുത്തുങ്കൽ ചേർപ്പുകാരൻ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും പുത്രിയായി ജനിച്ച് കന്യാവ്രതത്തിൻ്റെ തീവ്രമായ വഴികളിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളിയായി തിരുസഭയുടെ പ്രഖ്യാപിത വിശുദ്ധയായി ഉയർന്ന ഏവുപ്രാസ്യമ്മയുടെ ആത്മീയ ജീവിതത്തിലെ ആഴമേറിയ നാൾ വഴി ലോകത്തിന് ലഭിക്കുന്നത് തൻ്റെ ആത്മീയ പിതാവ്, തൃശ്ശൂർ അതിരൂപത വികാരി അപ്പസ്തലിക്ക മാർ ജോൺ മേനാച്ചേരി പിതാവിന് എഴുതിയ കത്തുകളിലൂടെയാണ്. ഈ കത്തുകൾ ഒരു വിശുദ്ധ ആത്മാവിൻ്റെ നിർമ്മലമായ മനസാക്ഷിയെയും അനുപമമായ അനുസരണത്തെയും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന വ്രതബദ്ധ ജീവിതത്തിൻ്റെ പീഠാസഹനങ്ങളെയും കഠിനമായ ത്യാഗപ്രാർത്ഥനകളെയും ദൈവവുമായുള്ള ചേർച്ചയിൽ ഒരു മനുഷ്യാത്മാവ് അനുഭവിക്കുന്ന അത്യപൂർവമായ ആനന്ദത്തിൻ്റെയും സാക്ഷ്യമായി മാറുന്നു. വിശുദ്ധിയുടെ ഉന്നത സീമകളിലേക്ക് ഉയരുന്നതിനെ തടയാൻ ശ്രമിക്കുന്ന അന്ധകാര പൈശാചിക ശക്തികളുടെ അതിഭയങ്കരങ്ങളായ ആക്രമണങ്ങളെയും അതിനെ അതിജീവിക്കാൻ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏവുപ്രാസ്യമ്മ സഹിച്ച വേദനകളെയും ഈ കത്തുകളിൽ സൂക്ഷ്മമായി കോറിയിട്ടിരിക്കുന്നു. 80 കത്തുകളാണ് ഏവുപ്രാസ്യമ്മ തൻ്റെ ആത്മീയ പിതാവിന് എഴുതിയതായി കാണുന്നത്. ആദ്യ കത്ത് ലഭിച്ചപ്പോൾ മുതൽ ഒരു വിശുദ്ധ ആത്മാവിൻ്റെ ദൈവിക പരിണാമത്തിൻ്റെ അടയാളമായി ആ കത്തിനെ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞ മേനാച്ചേരി പിതാവ് ഒരു നിയോഗം പോലെ ആ ലിഖിതങ്ങൾ സൂക്ഷിച്ചു വെച്ചു എന്നത് ദൈവ പദ്ധതിയുടെ പരിലാളനയല്ലാതെ മറ്റൊന്നുമല്ല. ജപമാല മുറുകെ പിടിച്ചും ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളെ നെഞ്ചോട് ചേർത്തും ലോകത്തിൻ്റെ പാപപരിഹാരാർത്ഥം നിരന്തരം പ്രാർത്ഥിച്ചും തിരുഹൃദയത്തിൻ്റെ അപ്രിയ റോസാപുഷ്പം നേടിയ സ്വർഗീയ നിധികൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കരുത്തു പകരുമെന്ന വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ആ കത്തുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു.